എല്ലാവരും കുടുംബത്തോടൊപ്പമാണ്. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഈ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കും. അതിനകത്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും പാർട്ടി സ്വീകരിക്കും. അതിനകത്തൊരു പ്രശ്നവുമില്ല. ഞാൻ അവരോട് ഒറ്റയ്ക്കും ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടല്ലോ, ജില്ലാ നേതാക്കൾ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നല്ലോ. അപ്പോൾ അതിനകത്ത് അല്ല, അതിപ്പോൾ വരട്ടെ, അത് നിയമപരമായ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇത് കുടുംബത്തെ സംരക്ഷിക്കുകയും കുടുംബത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് പാർട്ടിയുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അത് പാർട്ടി അത് ചെയ്യും, ഒരു സംശയവും വേണ്ട. എങ്ങനെയാണ് നിൽക്കുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, കാരണം ഫിനാൻഷ്യലി അല്ല, അത്തരം പ്രശ്നങ്ങളെല്ലാം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കും. എൻ വിജയനായിട്ട് വ്യക്തിബന്ധം ഉണ്ടായിരുന്നു, ഭയങ്കര അടുത്ത ബന്ധമായിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് എന്നോട് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും കണ്ടപ്പോഴൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ DCCയുടെ മുമ്പിൽ കുറേ പോസ്റ്ററുകളൊക്കെ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിനി ആരാണ്, എതിർ പാർട്ടിക്കാരാണോ എന്നൊന്നും അറിയില്ലോ. അതൊന്നും വിഷയമല്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഈ കുടുംബത്തെ സംരക്ഷിക്കുക, കുടുംബത്തോടൊപ്പം നിൽക്കുക, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി റിപ്പോർട്ട് KPCCക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KPCC അക്കാര്യത്തിൽ തീരുമാനം വൈകാതെ എടുക്കും. അതിനോട് അവരെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ശരി. വയനാട് ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ വീട്ടിൽ സന്ദർശനം നടത്തുകയായിരുന്നു രമേശ് ചെന്നിത്തല. കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്.